വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCD ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 114/2016 പാർട്ട് 11 ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ടെസ്റ്റിംഗ് റിലേസ് ഓൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ബേസ്ഡ് ഓൺ mixture of control structures used in the program, order in which the module execute, the way software will actually be used, user interface design standards. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാമ്പിൾ വെച്ച് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ വരിക ദ വേ സോഫ്റ്റ്വെയർ വിൽ ആക്ച്വലി ബി യൂസ്ഡ്. കാരണം ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം ഒരു യൂസർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ടായിരിക്കും ഒരു സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഓരോ യൂസേഴ്സും എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ദ വേ സോഫ്റ്റ്വെയർ വിൽ ആക്ച്വലി ബി യൂസ്ഡ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ദ പ്രോബ്ലം ദാറ്റ് ത്രെറ്റൻസ് the success of a project but which has not yet happened. Option A bug, B error, C risk, D failure. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിസ്ക് ആണ്. ഓക്കെ, റിസ്ക് ഫാക്ടർ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് നോട്ട് എ സൈസ് മെട്രിക്. ഓപ്ഷൻ എ LOC, ലൈൻ ഓഫ് കോഡ്. ഓപ്ഷൻ ബി ഫങ്ഷൻ കോഡ് കൗണ്ട്. ഓപ്ഷൻ സി പ്രോഗ്രാം ലെങ്ത്. ഡി സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. അപ്പോൾ സൈസ് മെട്രിക് അല്ലാത്തത് ഓപ്ഷൻ ഡി സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ആണ്. ഓക്കെ, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത് ക്വാണ്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് യൂസ് ചെയ്യുന്നത് ടു ക്വാണ്ടിഫൈ ദ കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാമാണ്. അതായത് ഇപ്പോൾ ഡിസിഷൻ ബ്രേക്ക് ചെയ്യും ഓരോ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കൺസ്ട്രക്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റിയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് ക്ലോസസ് യൂസ്ഡ് ഇൻ ISO 9001 ടു സ്പെസിഫൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ക്ലോസസ് എന്ന് പറയുന്നത് 20 ആണ്. ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് വൺ, which of the following is not the required condition for binary search tree? The list must be sorted. There should be the direct access to the middle element in any sublist, and there must be mechanism to delete and or insert elements in list. അപ്പോൾ ഒരു ബൈനറി സെർച്ച് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ഓർഡേർഡ്, നമുക്ക് പറയാം ബൈനറി സെർച്ച് അൽഗോരിതം എന്ന് പറയുമ്പോൾ ബൈനറി സെർച്ച് എന്താണ്, നമ്മൾ ഓർഡേർഡ് ലിസ്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നമുക്കതിൽ നിന്ന് ഒഴിവാക്കാം, ലിസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ്. കാരണം ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ റിക്വയർഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സെർച്ച് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് സെർച്ച് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ മിഡിൽ എലമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ലാസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ 2 വെച്ച് മിഡിൽ എലമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണോ നമ്മുടെ റിക്വയർഡ് എലമെൻറ്റ് എന്ന് നമ്മൾ ആ ഫസ്റ്റ് സെർച്ച് ചെയ്യും. ഇനി ആ എലമെൻറ്റിനേക്കാളും ചെറുതാണോ വലുതാണോ എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിവിടെ സോർട്ടഡ് ആണ് 5, 12, 15, 30, 40, 45. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ സപ്പോസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് 12 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 12 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ് അല്ലേ. 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുക ലാസ്റ്റ് പ്ലസ് ഫസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ മിഡിൽ എലമെൻറ്റ് കിട്ടുമല്ലോ. ഇതിൽ മിഡിൽ എലമെൻറ്റ് എത്രയാണ്, 50 ആണ്. അപ്പോൾ 50 ആണോ നമ്മൾ റിക്വയർഡ് എലമെൻറ്റ് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ സെർച്ച് എലമെൻറ്റ് 12 ആണ്. അപ്പോൾ 12 എന്ന് പറയുന്നത് അല്ല നമ്മുടെ മിഡിലുള്ളത് ഏതാണ്, 15 ആണ്. അപ്പോൾ നമ്മൾ നോക്കും നമ്മുടെ 12 എന്ന് പറയുന്നത് ലെസ് ദാൻ മിഡിലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മിഡിൽ എലമെൻറ്റിനേക്കാളും ലെസ്സാണ് നമ്മുടെ സെർച്ച് കീ എങ്കിൽ നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രമായിട്ട് നമ്മളത് സെർച്ച് ചെയ്യുന്നത് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് മാത്രമായിരിക്കും, ലെഫ്റ്റ് സബ് ലിസ്റ്റ് മാത്രമാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അത് വീണ്ടും നമ്മൾ ആ ഒരു രീതിയിൽ വീണ്ടും അതിൻ്റെ മിഡിൽ എലമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളതെന്ത് ചെയ്യും, ആ ഒരു എലമെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതാണ് ബൈനറി സെർച്ചിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കിത് സോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മിഡിൽ എലമെൻറ്റിന് നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും അതിൽ റിക്വയർഡ് കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ
ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ദർ മസ്റ്റ് ബി മെക്കാനിസം ടു ഡിലീറ്റ് ഓർ ഇൻസേർട്ട് എലമെൻറ്റ്സ് ഇൻ ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following data structure cannot store the non-homogeneous data elements? Option A arrays, B records, C pointers, D stacks. അപ്പോൾ ഒരു നോൺ ഹോമോജീനസ് എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? നമുക്കറിയാം അറേസ് ആണ്. അറേ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ്, അല്ലാതെ ആ ഒരു അറേ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം സെയിം ഡാറ്റ ടൈപ്പാണ് അല്ലേ. ഹോമോജീനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെയിം ഡാറ്റ ടൈപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോൺ ഹോമോജീനസ് ആണ്. അപ്പോൾ അതിലെല്ലാം ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് പോസിബിൾ ആണ്. അപ്പോൾ ഇവിടെ അറേസ് അത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അറേസ്. Next one, the situation when in a linked list start is equal to null is underflow, overflow, houseful, saturated. അപ്പോൾ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു null ആണ്. സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു null എന്ന് പറയുമ്പോൾ അതെന്താണ്? അണ്ടർഫ്ലോ ആണ്. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, if every node u in G is adjacent to every other node v in G, a graph is said to be isolated, ഫൈനൈറ്റ്, കംപ്ലീറ്റ്, സ്ട്രോങ്ലി കണക്റ്റഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുന്നതും കംപ്ലീറ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഗ്രാഫ് ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിൽ അത്തരം ഗ്രാഫിലെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രോങ്ലി കണക്റ്റഡ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലും സ്ട്രോങ്ലി കണക്റ്റഡ് എന്ന് പറയുമ്പോഴും അതിലെ എല്ലാ നോഡും എവറി അതർ നോഡിനോട് ഒരു അഡ്ജസൻ്റ് ആയിരിക്കും. അഡ്ജസൻ്റ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒരു വേർട്ടെക്സും മറ്റൊരു വേർട്ടെക്സ് തമ്മിലൊരു കോമൺ ആയിട്ടൊരു എഡ്ജ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം ഈ യു വി എന്താണ്? അഡ്ജസൻ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് 2-3 നോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ നോഡ്സും പരസ്പരം കണക്റ്റഡ് ആണ് എങ്കിൽ നമുക്കെന്താ? ഈച്ച് നോഡ് ഈസ് കണക്റ്റഡ് ടു എവറി അതർ നോഡ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഇതെന്താണ്? ഇത് കംപ്ലീറ്റ് ആണ്. ഇനി ഇതിന് ഒരു ഡയറക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു ബി എ. ഓക്കെ, ഇനി അൺഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എ ബി ഈസ് ഈക്വൽ ടു ബി എ ആയിരിക്കും. കാരണം എന്താ? നമുക്ക് രണ്ട് രീതിയിൽ ഇത് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ അൺഡയറക്റ്റഡ് പറയുന്നത് പോലെ ഡയറക്റ്റഡിൽ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ എ ടു ബി എന്ന് പറയുന്നത് നമുക്ക് ബി ടു എ ആയിട്ട് സിമിലറായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡാറ്റ ഇൻഡിപെൻഡൻസ് അലോസ് ഷെയറിംഗ് ദ സെയിം ഡാറ്റാബേസ് ബൈ സെവറൽ ആപ്ലിക്കേഷൻസ്, എക്സ്റ്റെൻസീവ് മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ്, നോ ഡാറ്റ ഷെയറിംഗ് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്, എലിമിനേഷൻ ഓഫ് സെവറൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇതിൻ്റെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഷെയറിംഗ് ദ സെയിം ഡാറ്റാബേസ് ബൈ സെവറൽ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ റിലേഷൻ ഈസ് കോൾഡ് ആസ് ഇറ്റ്സ് കാർഡിനാലിറ്റി, എൻറ്റൈറ്റി, ട്യൂപ്പിൾ, ഡിഗ്രി. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ഇപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളാണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു ടേബിൾ ആണെങ്കിൽ ഈ ടേബിൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഈ ടേബിളിന് നെയിം ഉണ്ട്, നെയിം, ഐ ഡി, ഏജ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടാണ്? ഇതാണ് ഓരോ ഫീൽഡ്. അപ്പോൾ ഇതിൽ എത്ര ഫീൽഡ് ഉണ്ട്? എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രിയാണ് എന്ത്? 3 എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതാണ് ഡിഗ്രി. ഇനി ഇതിൽ സപ്പോസ് നമുക്ക് ഒരുപാട് ഡാറ്റ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നെയിം രാധ ആണെങ്കിൽ രാധയ്ക്ക് ഐ ഡി ഉണ്ട് R1 21 years. നെക്സ്റ്റ് വൺ റാം. ഓക്കെ, റാം R2 28 years. അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റ. ഓക്കെ, ഇപ്പോൾ ഇതിൽ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എത്ര ട്യൂപ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്? ഈ ഒരു റോ ആണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റോ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷനാണ് അല്ലേ, ഒരാളെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഒരു റോ. ആ ഓരോ റോ ആണ് ഓരോ ട്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എത്ര നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ കാർഡിനാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ട്യൂപ്പിൾസ് ആണ് കാർഡിനാലിറ്റി. ഇനി എൻറ്റൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റൈറ്റി എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് ഇൻസ്റ്റൻസ് ആണ്. ഇപ്പോൾ നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നെയിം,
അതുപോലെ ഐ ഡി, ഏജ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓരോ എൻറ്റൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടേംസ് ആണുള്ളത്. ട്യൂപ്പിൾ, ഡിഗ്രി, കാർഡിനാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.